അങ്ങനെ വന്ദേ ഭാരതിലും ഒരു വിമാനത്തിൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ ഫുഡ് കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന വന്ദേ ഭാരതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ആ കംപ്ലൈന്റിനെല്ലാം ഒരു അറുതി വന്നിരിക്കുകയാണ്. കാസിനോ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ക്യാബ്സ് ആണ് ഇപ്പോൾ നമ്മളുടെ വന്ദേ ഭാരതിൽ ഭക്ഷണം സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം, അതേപോലെ നല്ല സർവീസ്, അവരുടെ കോസ്റ്റ്യൂമിലും അവരുടെ അപ്പിയറൻസിലും എല്ലാത്തിലും ഭയങ്കര ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ തന്നെ അവരോട് വരും എന്താണ് സെർവ് വേണ്ടത്, എന്തെങ്കിലും കൂടുതൽ വേണോ, അല്ലെങ്കിൽ ഇനി അഥവാ നമ്മൾ ഓർഡർ ചെയ്ത് തെറ്റിപ്പോയി അവരുടെ കയ്യിൽ വേറെ ഭക്ഷണം ഉണ്ടെങ്കിൽ അവരത് മാറ്റി നമുക്ക് തരും. സോ അങ്ങനെ ഒരു ഗംഭീര സർവീസാണ് നമ്മളുടെ ക്യാബ്സ് നമുക്ക് വന്ദേ ഭാരതിൽ നൽകുന്നത്. ഈ കാസിനോ ഗ്രൂപ്പ് ഫ്ലൈറ്റുകളിലെല്ലാം ഭക്ഷണം സെർവ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും അവർ ആ രീതിയിൽ തന്നെ കീപ്പ് ചെയ്യും. ഇപ്പോൾ ട്രേ മുതൽ എല്ലാ രീതിയിലും ഭയങ്കര ഡിഫറൻസ് കൊണ്ടുവന്നു. ഞാൻ ഇതിനു മുമ്പ് വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. വന്ദേ ഭാരത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും സൂപ്പറായിരുന്നു, ഭക്ഷണം മാത്രമായിരുന്നു കുറച്ച് ബാക്കിലേക്ക് ഇരുന്നത്. കാരണം ഒരു പഴയ റെയിൽവേയുടെ ഒരു സ്റ്റൈല് അതിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി ഒരു ഫ്ലൈറ്റിലൊക്കെ നമുക്ക് ഭക്ഷണം കിട്ടുന്ന രീതിയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ട്രേ നോക്കിയാൽ തന്നെ അറിയാം എന്തൊക്കെയാണ്. ഇത് കണ്ടില്ല, റിയലിന്റെ ഒരു ഫ്രൂട്ട് ജ്യൂസ്, അതേപോലെ തന്നെ കെലോക്സിന്റെ കോൺഫ്ലെക്സ്, അതേപോലെ ഞാൻ ചൂസ് ചെയ്തത് അപ്പവും എഗ്ഗുമാണ്, എഗ് റോസ്റ്റുമാണ്. സോ പിന്നെ പഴമുണ്ട്, അതേപോലെ തന്നെ കേസരി. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് നെറ്റ് വെയിറ്റ് കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ അത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു ബൗൾ കൊണ്ട് തരും കെലോക്സിന് വേണ്ടിയിട്ട്. സോ നമ്മളതിൽ കെലോക്സ് ഇടുക, അപ്പോൾ തന്നെ ഒരു ചൂട് പാലും കൊണ്ടൊരു ചേട്ടൻ വരും, അത് നേരെ പാലൊഴിക്കുക, പഞ്ചസാര ഇടുക, കഴിക്കുക. അപ്പം ഞാൻ അങ്ങനെ കഴിച്ചു നോക്കി. അപ്പം എനിക്ക് ഈ അപ്പം ഒന്ന് തണുത്തു പോയതിൻ്റെ ഒരു സുഖക്കുറവുണ്ടായിരുന്നു. പിന്നെ കറി എനിക്ക് അത്ര ഓക്കെ എന്നുള്ളതേ തോന്നിയുള്ളൂ. അത് ടേസ്റ്റിന്റെ കാര്യത്തിൽ മാത്രമാണ്, ക്വാളിറ്റി അല്ല ഞാൻ പറയുന്നത്. ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ അങ്ങനെ ഞാനൊരു നല്ല ജിഞ്ചർ ചായ കുടിച്ചു. അത് നമ്മളും റിക്വസ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് അതിന്റെ കൂടെ വന്നത് വേറൊരു സാഷെ പാക്ക് ആയിരുന്നു. പക്ഷേ പ്രസാദം പറഞ്ഞു ജിഞ്ചർ ടീ ആണ് ഇതിലെ നല്ലത്. അങ്ങനെ ഞാൻ ഒരു ജിഞ്ചർ ടീയും കുടിച്ചു. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ ഭാരത് സ്ലീപ്പറൊക്കെ തുടങ്ങാൻ പോണ കേരളത്തിലേക്ക് നമ്മളുടെ യാത്രകൾ സുഖകരമാകട്ടെ, അടിപൊളിയാവട്ടെ. യാത്രകൾ ചെയ്യൂ, ജീവിതം ആനന്ദകരമാക്കൂ.